പ്രതിപക്ഷ നേതാവിന്റെ തട്ടകമായ പറവൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുടിൽ കെട്ടി പ്രതിഷേധിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനം കോൺഗ്രസ് ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. യൂത്ത് കോൺഗ്രസിന്റെ വയനാട്ടിലെ 30 വീട് എവിടെയെന്ന പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനായി ഡിവൈഎഫ്ഐ തങ്ങളുടെ വിഹിതം കൈമാറിയപ്പോൾ സമാനമായ വാഗ്ദാനം നൽകിയ കോൺഗ്രസ് പണം നൽകാൻ തയ്യാറായില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ കുറ്റപ്പെടുത്തി. ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ സംയുക്ത അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ പണമുണ്ടെന്നും VD സതീശൻ മുൻപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അക്കൗണ്ട് നിലവിലുണ്ടോ എന്ന് വസീഫ ചോദിച്ചു. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കുടിൽ കെട്ടി സമരം നടത്തുന്നവരെ അടിച്ചിറക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കും വസീഫ മറുപടി നൽകി. എത്രയൊക്കെ അടിച്ചിറക്കിയാലും ദുരന്തബാധിതർക്ക് വേണ്ടി ശബ്ദമുയർത്തുമെന്നും പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുമെന്നും വസീഫ വ്യക്തമാക്കി. VD സതീശനെതിരെയുള്ള പുനർജനി ആരോപണവും ഡിവൈഎഫ്ഐ വീണ്ടും ചർച്ചയാക്കി. പുനർജനി പദ്ധതി വലിയൊരു തട്ടിപ്പാണെന്നും കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി ചിലരെ സഹായിക്കാനാണ് ഇത് ഉപയോഗിച്ചതെന്നും വസീഫ ആരോപിച്ചു. മാഫിയകളുമായുള്ള ഡീലാണ് ഇതെന്ന് സാധാരണക്കാർ സംശയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് നിന്ന് പുനർജനി പദ്ധതിക്കായി എത്ര പണം ലഭിച്ചുവെന്ന് വെളിപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഇതിനായി എത്ര രൂപ PR വർക്കിന് വേണ്ടി ചെലവാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കണമെന്ന് വസീഫ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് വാങ്ങിയ ഭൂമിക്ക് മുന്നിലും ഡിവൈഎഫ്ഐ കുടിൽ കെട്ടി സമരം നടത്തിയിരുന്നു. വീടെവിടെ കോൺഗ്രസ് എന്ന ബാനർ ഉയർത്തി നടത്തിയ ഈ പ്രതിഷേധം വയനാട്ടിലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കി. വയനാട് കുന്നംപറ്റ ടൗണിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുടിൽ കെട്ടി പ്രതിഷേധിച്ചു. വാഗ്ദാനങ്ങൾ വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ പ്രായോഗികമാക്കണമെന്നും ദുരന്തത്തിൽ സർവസ്വവും നഷ്ടപ്പെട്ടവരെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കരുതെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി സർക്കാർ നടപ്പിലാക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയെ പിന്തുണയ്ക്കാനാണ് ഡിവൈഎഫ്ഐ ശ്രമിക്കുന്നത്. ഇതിലേക്ക് ഫണ്ട് നൽകിയ തങ്ങൾക്ക് കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ടെന്നാണ് സംഘടനയുടെ നിലപാട്. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വയനാട് ദുരന്തവും പുനരധിവാസവും കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ആയുധമായി മാറുകയാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെ ഡിവൈഎഫ്ഐ സമരം കടുപ്പിക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ മറയ്ക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നു.